ഹായ്, ഇന്ന് നമ്മൾ കാണുന്നത് എക്സാം വിന്നർ ലേണിംഗ് ആപ്പിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സ്കീമിലാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കിട്ടുക എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫോക്കസ് ഏരിയാസാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് മൈസെൽഫ് ചൈത്ര, MSc ബോട്ടണി. ഞാനാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാം വിന്നർ ലേണിംഗ് ആപ്പ് പുതിയതായിട്ട് നിങ്ങൾക്ക് മലയാളം അറിയാവുന്ന സ്റ്റുഡൻസിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട് സെക്ഷൻസും വീഡിയോ സൊല്യൂഷൻസും ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനും എല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടും. സോ അതെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം വിന്നർ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തകർത്തങ്ങ് എക്സാം എഴുതിയേക്കുക. ഓൾ ദ ബെസ്റ്റ്. സോ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാം വിന്നർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ നമ്മളെ ചാപ്റ്റർ കീപ്പിംഗ് ഡിസീസസ് എവേ. ആൻഡ് ഈ ചാപ്റ്റർ SSLC എക്സാം വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. Focus areas: tuberculosis, AIDS, malaria and its causative organisms, symptoms and mode of transmission of diseases, genetic disorders like hemophilia, cancer causes and treatment. So let's start. So first one, leptospirosis or rat fever ആണ്. ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് ബോഡിയിൽ ബൈനറി ഫിഷൻ എന്ന മെക്കാനിസത്തിലൂടെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഈ ബാക്ടീരിയ നമ്മളെ റാറ്റ്, ഡോഗ് അതേപോലെ മറ്റ് ആനിമൽസിൻ്റെയും യൂറിനിലൂടെയാണ് പുറത്ത് വരിക. സോ മണ്ണിലൊക്കെ വരാം, വെള്ളത്തിലുണ്ടാവാം. സോ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ, മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകളിലൂടെയാണ് ഈ ബാക്ടീരിയ ഉള്ളിൽ കയറുക. ഈ ബാക്ടീരിയ ചില ടോക്സിൻസ് ഉണ്ടാക്കും. അത് നമ്മളെ ബോഡി സെൽസിനെ ഡാമേജ് ചെയ്യും. എന്തുണ്ടാവാം? സെർട്ടൻ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരെ ഇതുകൊണ്ടുണ്ടാവാം. അതിൽ പുറമെ ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഓഫ് ഐ, അങ്ങനെ പല കണ്ടീഷൻസും ഈ ലെപ്റ്റോസ്പൈറോസിസ് മൂലം ഉണ്ടാവാം. ബാക്ടീരിയ ഓർത്ത് വയ്ക്കുക, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. നെക്സ്റ്റ് ഈസ് ഡിഫ്തീരിയ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡിഫ്തീരിയ കഴിഞ്ഞ പോലും ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫ്തീരിയ which is a disease spreads through cough, sneezing or diarrhea from infected person to another. പകരുന്നതാണ്. അത് ഓൾറെഡി ഉള്ള ഒരാളുടെ കഫ്, സ്നീസിങ്, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരായിട്ട് പകരുക. ദെൻ ഡിഫ്തീരിയ എഫക്ട്സ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മളെ ത്രോട്ടിലെയും നോസിലെയും മ്യൂക്കസ് മെംബ്രെയിനെയാണ് ഡിഫ്തീരിയ എഫക്ട് ചെയ്യുക. ഇറ്റ്സ് കോസ്ഡ് ബൈ ഇമ്പോർട്ടൻറ്റ് കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയ. ബാക്ടീരിയൽ ഡിസീസാണ്. കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഉണ്ടാക്കുന്നത്. ഈ ബാക്ടീരിയ ചില ടോക്സിൻ ഉണ്ടാക്കും. ഈ ടോക്സിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നോസിലെയും ത്രോട്ടിലെയും മ്യൂക്കസ് മെംബ്രെയിനിലെ ഇത് എഫക്ട് ചെയ്യുക. ഈ മ്യൂക്കസ് മെംബ്രെയിനിലെ സെൽസിനെ ഈ ടോക്സിൻസ് ഡാമേജ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ സെൽസ്, നശിച്ചുപോയ സെൽസ്, ടോക്സിൻ കാരണം നശിച്ചുപോയ മ്യൂക്കസ് മെംബ്രെയിനിലെ സെൽസ് ഒരു ഗ്രേ കളർ കോട്ടിംഗ് ഉണ്ടാക്കും. നമ്മളെ വായയുടെ ഉള്ളിൽ ഒരു ഗ്രേ കളർ കോട്ടിംഗ് ഉണ്ടാവും. ഇതാണ് ഡിഫ്തീരിയൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. ആൻഡ് ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ആൻറ്റി ടോക്സിൻസ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വാക്സിനേഷൻ അവൈലബിൾ ആണ്. കാരണം വളരെ സീരിയസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടികളെ ഹെൽത്ത് സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് ഇഞ്ചസ്റ്റ് ചെയ്യുന്നത്. ഡിഫ്തീരിയയ്ക്ക് വാക്സിൻ ഉണ്ട് ഇപ്പം. ഓക്കെ, ഓൾറെഡി അവരെ ഒന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് വെക്കാൻ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, ഇത് ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ. ഓക്കെ, സോ ഡിഫ്തീരിയ ഇത്രയും ആലോചിച്ച് വയ്ക്കുക. മ്യൂക്കസ് മെംബ്രെയിൻ, ഗ്രേ കളർഡ് കോട്ട് ആൻഡ് കോറിനബാക്ടീരിയം ഡിഫ്തീരിയ. നെക്സ്റ്റ് ഇസ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയമാണ്. പാത്തോജൻ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മേജർ സിംറ്റം ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫാറ്റിക്, പെർസിസ്റ്റൻറ്റ് കഫ്, തുടർച്ചയായിട്ട് ചുമ ഉണ്ടാവും. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് വെൻ പേഷ്യൻറ്റ് സ്പീക്സ്, കഫ്, സ്നീസ് ഓർ പാത്തോജൻ സ്പ്രെഡിങ് ടു എയർ ആൻഡ് ദെർബൈ ടു അതേഴ്സ്. ഓർഗൻ ഓർ ബോഡി പാർട്സ് എഫക്റ്റഡ്. മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മളെ ലങ്സ്, ശ്വാസകോശത്തെയാണ്. അതുപോലെ തന്നെ കിഡ്നി, ബോൺസ്, ജോയിൻറ്റ്സ്, ബ്രെയിൻ, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യാം. മേജർ ലങ്സ് ആണ്. ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. ഇതിനും ഇപ്പോൾ വാക്സിനേഷൻ അവൈലബിൾ ആണ്. വാക്സിൻ്റെ പേര് ആലോചിച്ച് വയ്ക്കുക, BCG. BCG is the vaccine for tuberculosis. വരാതിരിക്കാനുള്ളതാണ്. നെക്സ്റ്റ് is about viruses. Virus has the simple structure with a DNA or RNA molecule with
ഇൻ എ പ്രോട്ടീൻ കോട്ട്. ഒരു ഔട്ടർ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ DNA-യോ RNA-യോ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്. ഇതിന് വേറെ സെൽ ഓർഗനൽസ് ഒന്നും ഇല്ല. ഈ DNA അഥവാ DNA-യോ അല്ലെങ്കിൽ RNA-യോ ഉണ്ടാവുള്ളൂ. ഔട്ടർ കോട്ടിംഗ് പ്രോട്ടീൻ, വേറൊന്നും ഇല്ല ഇതിന്. ഇനി നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ജനറ്റിക് മെക്കാനിസം, നമ്മളെ ബോഡീൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന് വേറെ സിസ്റ്റംസ് ഒന്നുമില്ല. ബോഡി കയറുന്നു, നമ്മളെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റീനെയും നമ്മളെ ബോഡിയിലെ മെക്കാനിസത്തിനെയും അത് കയ്യിലെടുക്കും. എന്നിട്ട് നമ്മളെ ബോഡിയിലെ സാധനങ്ങൾ ഉപയോഗിച്ചത് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഹ്യൂമൻസിനെ മാത്രമല്ല, ബാക്ടീരിയസിനെയും പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എല്ലാം വൈറസ് എഫക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നിപ്പ നമുക്കറിയാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ വൈറൽ ഡിസീസാണ്. നമ്മളെ കോഴിക്കോട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ ഒരു ഡിസീസാണ് നിപ്പ. നിപ്പ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ് എന്നാണ് കിട്ടുന്നത്. ഈ ബാറ്റിൻ്റെ സലൈവയിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെയും അല്ലെങ്കിൽ ഈ ബാറ്റ് തിന്നൊഴിവാക്കി പോയ ഫ്രൂട്ടിൻ്റെ പാർട്ട് കഴിക്കുന്നതിലൂടെയും മനുഷ്യനും പന്നികൾക്കും ഇത് മേജറായിട്ട് കിട്ടാം. ഈ പന്നികളെ മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ പന്നി ഇറച്ചിയിൽ നിന്നും മനുഷ്യന് ഈ അസുഖം വരാം. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സലൈവ ഓർ യൂറിൻ വഴി, അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് പോയ ഫ്രൂട്ടിൻ്റെ പാർട്ട് കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിപ്പ വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള പിഗ്സിനെ ഭക്ഷിക്കുന്നതിലൂടെയും മനുഷ്യന് നിപ്പ വരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെത്ത് കോസിങ് ഡിസീസാണ്. ഓക്കെ, നെക്സ്റ്റ് വൈറൽ ഡിസീസ് ഈസ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യാനുള്ള ഒരു മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആളാണ് ആര്? എയ്ഡ്സ്. ഓക്കെ, ഇറ്റ്സ് കോസ്ഡ് ബൈ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. HIV ആണ് ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ, എന്തിനും പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ലിംഫോസൈറ്റ്സ്. നമ്മളെ WBCൻ്റെ ഒരു ആളാണ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണം കുറയും. എയ്ഡ്സ് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണം കുറയും. അങ്ങനെ ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാവും, നമ്മുടെ പ്രതിരോധശേഷി ഇല്ലാതാവും. അങ്ങനെ സംഭവിച്ചാലോ പിന്നെ ഏത് അസുഖത്തിനും നമ്മളടുത്തേക്ക് വരാം. ആർക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. പല അസുഖങ്ങളും വേറെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇല്ല. നമ്മളെ ലിംഫോസൈറ്റ്സിൻ്റെ എമൗണ്ട് വളരെ കുറഞ്ഞു പോവും എയ്ഡ്സ് ബാധിച്ചാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് കേട്ടോ. എങ്ങനെയാണ് എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കുക. ത്രൂ സെക്ഷൽ കോൺടാക്ട്. ഇൻഫെക്റ്റഡ് ആയ മെയിലോ ഫീമെയിലോ തമ്മിലുണ്ടാവുന്ന കോൺടാക്റ്റ് വഴി. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, മദർ എന്ന് കുട്ടികളിലേക്ക് ഗർഭസമയത്ത്. ബൈ ഷെയറിങ് നീഡിൽസ്. HIV ഇൻഫെക്റ്റഡ് ആയ ഒരാളെ കുത്തിവെച്ച് സിറിഞ്ച് എടുത്ത് നമ്മളെയും കുത്തിവെച്ച് നമുക്ക് വരാം. ത്രൂ ഇൻഫെക്റ്റഡ് നീഡിൽസ്. ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. വേറൊരു HIV ഇൻഫെക്റ്റഡ് ആയ പേഷ്യൻറ്റിൽ നിൽക്കുന്ന ബ്ലഡ് വേറൊരാൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ HIV ഇൻഫെക്റ്റഡ് ആയ പേഷ്യൻ്റെ ഒരു ഓർഗൻ വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ വേറൊരാൾക്ക് ഈ ഡിസീസ് വരാം. ആൻഡ് HIV will not spread ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ്, സ്നീസിങ് എക്സെട്ര. പൊതുവേ കോമൺ ആയിട്ടുള്ളൊരു ട്രെൻഡാണ്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ സമൂഹത്തിൽ നിന്നായിട്ട് മാറ്റി നിർത്തുക. അതിൻ്റെ ആവശ്യമില്ല. അവരുമായിട്ട് സംസാരിച്ചതുകൊണ്ടോ അവരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ടോ അവരെ കെട്ടിപ്പിടിച്ചോണ്ടോ ഒന്നും ഈ അസുഖം പകരില്ല. ദെൻ ഇൻസെക്റ്റ്, മൊസ്കിറ്റോ ഒന്നും കടിച്ചോണ്ടൊന്നും ഈ അസുഖം വരില്ല. ദെൻ ഷെയറിങ് ഫുഡ്, അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കുക, ഫുഡ് കഴിക്കുക, അതൊന്നും വരില്ല. സെക്ഷൽ കോണ്ടാക്റ്റ് പറ്റില്ല എന്നേ ഉള്ളൂ. ബൈ യൂസിങ് സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ട് വരില്ല. ആൻഡ് ഒരേ പോണ്ടിൽ ബാത്ത് ചെയ്തുകൊണ്ടൊന്നും ഈ ഒരു അസുഖം വരില്ല. സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ബ്ലഡ്, ഓർഗൻ, ഇങ്ങനെയൊക്കെ മദർ ടു ഫീറ്റസ് ഇങ്ങനെയൊക്കെ വരുള്ളൂ. അല്ലാതെ തൊട്ടോണ്ടോ പിടിച്ചോണ്ടോ അവരൊപ്പം ഫുഡ് കഴിച്ചോണ്ടോ കുളിച്ചോണ്ടോ ഒന്നും ഈ ഒരു അസുഖം പകരില്ല. ഓക്കെ, ഇതൊരു സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരെ നമ്മൾ ഒരുപാട് അകറ്റി നിർത്തുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇത്രയാണ് നമ്മളെ വൈറൽ ഡിസീസസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഓൾസോ ഇതൊരു വൈറൽ ഡിസീസ് തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് എഫക്ട്സ് ദ ലിവറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ മഞ്ഞപ്പിത്തം കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഡെത്ത് വരെ ഉണ്ടാവാൻ പറ്റുന്നതാണ്. ലിവറിന് അത്രത്തോളം ഡാമേജ് ചെയ്യും ഇത്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ വീങ്ങി വരും. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഈസ് ദ മേജർ സിംറ്റം. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽ. ഈ ബൈൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയി യൂറിൻ അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററിൻ്റെ ഒപ്പം പുറത്തോട്ട് തള്ളിപ്പോകണം. ഇത് നടക്കില്ല. ബൈലിൻ്റെ ഫ്ലോ സ്റ്റോപ്പാവും, ബ്ലോക്കാവും. നമ്മുടെ ബ്ലഡിൽ ബൈലിൻ്റെ എമൗണ്ട് കൂടും. പുറത്തോട്ട് ഒഴിഞ്ഞു പോകേണ്ട ആൾ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. ബ്ലഡിൽ ബൈലിൻ്റെ എമൗണ്ട് കൂടിയാൽ നമ്മളെ കൈ, നഖം മഞ്ഞ കളറാവും. കണ്ണിന് ആ കൃഷ്ണമണിക്ക് ചുറ്റും വെള്ള ഭാഗത്ത് മഞ്ഞ കളർ വരും. ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. ആൻഡ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, blood components and excreta of the patient.
കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും, ഈ വൈറസ് കണ്ടാമിനേറ്റഡ് ആയ ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റഡ് ആയ ഒരാളിൽ നിന്ന് നമ്മൾക്ക് ബ്ലഡ് എടുത്താൽ, അതുപോലെ തന്നെ പേഷ്യൻ്റ് എക്സ്ക്രീറ്റ യൂറിൻ ഫീക്കൽ മാറ്ററിയിലൂടെയും ഈ അസുഖം പകരാം, ഹെപ്പറ്റൈറ്റിസ്. സോ അത്രയാണ് നമ്മുടെ വൈറൽ ഡിസീസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് കാണാനുള്ളത് ഫംഗൽ ഡിസീസ് ആണ്. ഫംഗി ആർ വേരിയസ് ടൈപ്പ്, സം ഫംഗി ആർ പാത്തോജനിക്. എല്ലാ ഫംഗസും നിങ്ങൾക്ക് അറിയുന്ന മഷ്റൂം ഇല്ലേ, നമ്മൾ കഴിക്കുന്ന മഷ്റൂം, അത് പാത്തോജനിക് അല്ല. സോ പാത്തോജനിക് ഫംഗസ് ഉണ്ട്, പാത്തോജനിക് അല്ലാത്ത ഫംഗസും ഉണ്ട്. ഡിസീസ് കോസ് ചെയ്യുന്നത് പാത്തോജനിക് ഫംഗസ് ആണ്. റിംഗ് വോം ആൻഡ് അത്ലറ്റ്സ് ഫുട്ട്, ഈ 2 ഡിസീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, റിംഗ് വോമും അത്ലറ്റ്സ് ഫുട്ടും. ആൻഡ് റിംഗ് വോം ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൻ ടൈപ്പ് ഓഫ് ഫംഗി. എന്താ സംഭവിക്കുക, നമ്മളെ കാലിൻ്റെ മുകളിലൊക്കെ റെഡ് കളർ ബ്ലിസ്റ്റേഴ്സ് വരും. റെഡ് കളറിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റെഡ് കളർ ബ്ലിസ്റ്റേഴ്സ് വരും. കോണ്ടാക്റ്റിലൂടെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. അതിൽ പോയി തൊട്ടാൽ നമുക്ക് ചിലപ്പോൾ പകരും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്ന ഡിസീസ്. അത്ലറ്റ്സ് ഫൂട്ട് ഒരു ഫംഗൽ ഡിസീസാണ്. ഇതെങ്ങനെയാണ് വരിക, ഇതും നമ്മുടെ വിരലുകൾക്കിടയിലൊക്കെ, കാലിൻ്റെ ഒക്കെ വിരലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ബ്ലിസ്റ്റേഴ്സ് വരുന്നത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. റാഷസ് ഒക്കെ, നമുക്ക് ചൊറി ഉണ്ടാവും, നല്ല റാഷസ് ഉണ്ടാവും അവിടെ. ആൻഡ് കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ, നമ്മൾ അഴുക്ക് വെള്ളത്തിൽ കാല് വെക്കുക, ചെരുപ്പിടാതെ നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഇത് വരിക. നമ്മളെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെയാണ് ഈ ഡിസീസ് മെയിനായിട്ട് വരിക. സോ റിംഗ് വോമും അത്ലറ്റ്സ് ഫുട്ടും. നെക്സ്റ്റ്, ഡിസീസ് കോസ് ബൈ പ്രോട്ടോസോവയാണ് അടുത്തത്. പ്രോട്ടോസോവൻസ് ഓൾസോ പാത്തോജനിക് ആണ്. ദേ ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. ഒറ്റ സെല്ലാണ്, ഈ ഒരൊറ്റ സെല്ല് മതി പ്രശ്നം ഉണ്ടാക്കാൻ. സിംഗിൾ സെൽഡ് ആണ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ദ മോസ്റ്റ് നൊട്ടോറിയസ് പ്രോട്ടോസോവൻ ഈസ് മലേറിയ കോസിങ് പ്രോട്ടോസോവൻ. മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവൻ ആരാണ് ആള്, മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്, പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയാണ് മലേറിയ ഉണ്ടാക്കുക. ഇത് എങ്ങനെയാണ് ഈ മലേറിയ പകരുക, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസിലൂടെയാണ് ഇത് പകരുന്നത്. ഇത് ഹ്യൂമൻസിനാണ് മേജറായിട്ട് ഉണ്ടാകുന്നത്. സോ പ്ലാസ്മോഡിയം ഈ മൊസ്കിറ്റോൻ്റെ ഉള്ളിൽ കിടന്ന് മൊസ്കിറ്റോ നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിസീസ് വരുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് മലേറിയ, പ്രോട്ടോസോവൻ ഡിസീസ്, പ്ലാസ്മോഡിയം. വെക്ടർ ചോദിച്ചേക്കാം, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. വേറൊന്ന് നിങ്ങൾക്ക് അറിയാലോ, ഫൈലേറിയാസിസ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫൈലേറിയാസിസ് നിങ്ങൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മന്ത്, നമ്മളെ കാലൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരും. ലിംഫിനെ എഫക്റ്റ് ചെയ്യുന്ന, ലിംഫ് ഗ്ലാൻസിനെയും ലിംഫ് വെസൽസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. ഫൈലേറിയൽ വോംസ് ആണ് ഉണ്ടാക്കുക. ഇത് ലിംഫ് ഗ്ലാൻഡൊക്കെ ഇൻഫ്ലമേറ്റ് ചെയ്യാൻ കാരണമാകുമ്പോൾ കാലൊക്കെ ഇങ്ങനെ വീങ്ങി വരും, മന്ത് വരും. ഫൈലേറിയാസിസ്, ലിംഫ് വെസൽസ് ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻ, ഫൈലേറിയൽ വോമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മളെ പാത്തോജനിക് ഡിസീസസ് എന്ന് പറയുന്നത്. പകരുന്നതോ വളരെ രൂക്ഷമായതോ ആയ ഡിസീസാണ് പാത്തോജനിക്. നമുക്ക് കാണാനുള്ളത് നോൺ പാത്തോജനിക് ഡിസീസസ് ആണ്. അതായത് പകരുന്ന ഡിസീസ് ആവണം എന്നില്ല ഇവ, പക്ഷെ വളരെ സീരിയസ് ആണ് അതേസമയം. സോ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, ജനറ്റിക് ഉണ്ട്, ഒക്യുപ്പേഷൻ ഉണ്ട്, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസും ഈ ഡിസീസ് ഉണ്ടാക്കാം. നോക്കാം, ജനറ്റിക് ഡിസീസ് നമുക്ക് നോക്കാം. എന്താണ് ജനറ്റിക് ഡിസീസ്? നമ്മുടെ ജീൻസിൽ വരുന്ന പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് ജനറ്റിക് ഡിസീസ്. നമ്മളെ എല്ലാ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് നമ്മളെ ജീൻ. നമ്മളെ സ്വഭാവം, നമ്മളെ സ്വഭാവത്തിലുപരി നമ്മുടെ ഷേപ്പ്, നമ്മളെ അപ്പിയറൻസ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആളാണ് ജീൻസ്. ജീൻസിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ജനറ്റിക് ഡിസീസ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതെല്ലാം ജനറ്റിക് ഡിസീസാണ്. ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇവയെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. സോ നമുക്ക് ഹീമോഫീലിയ നോക്കാം. എന്താണ് നടക്കുക ഹീമോഫീലിയയിൽ? ഒരു മുറിവ് പറ്റിയാൽ കംപ്ലീറ്റ് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, ബ്ലഡ് നിൽക്കില്ല. Excess blood is lost even through minor wounds. Temporary relief is brought by identifying and injecting deficient protein. ഓക്കെ, ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കില്ല. അതാണ് ഹീമോഫീലിയ ഉണ്ടാവാൻ കാരണമായിട്ട് വരുന്നത്. സോ ഈ പ്രോട്ടീൻ ഇല്ലാത്ത പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഇഞ്ചെക്ട് ചെയ്താൽ ഇതൊരു ടെമ്പററി റിലീഫ് കിട്ടും. പെർമനൻ്റ് ആയിട്ട് നടക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ, പെർമനൻ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോന്ന്? ഇല്ല, പെർമനൻ്റ് ക്യൂർ പറ്റില്ല. കാരണം ഇതിന് ജനറ്റിക് ഡിസീസാണ്, ടെമ്പററി റിലീഫേ പറ്റുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ് ഹീമോഫീലിയ.
സിക്കിൾ സെൽ അനീമിയ. ഇവിടെ എന്താ നടക്കുന്നത് നോക്കിയാൽ നമ്മളെ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഷേപ്പാണിത്. ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് ആയിരിക്കും. സിക്കിൾ സെൽ അനീമിയ ഉണ്ടായ ഒരു പേഷ്യൻ്റെ റെഡ് ബ്ലഡ് സെൽ RBCൻ്റെ ഷേപ്പ് നോക്കിയേ, ഒരുമാതിരി അരിവാൾ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. സോ ഇതാണ് സിക്കിൾ സെൽ അനീമിയ. ദ ഡിഫക്റ്റ് ഇൻ ജീൻ മേ ഓൾസോ കോസ് ഡിഫോമിറ്റീസ് ഇൻ സീക്വൻസിങ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ബിൽഡിംഗ് ബ്ലോട്ട്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ്. ഈ അമിനോ ആസിഡ്സ് നമ്മൾ നോർമൽ ഹീമോഗ്ലോബിനിൽ വേണ്ട ഒരു അമിനോ ആസിഡിന് പകരം വേറെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ RBC ഉണ്ടാവാൻ സഹായിക്കുന്ന അമിനോ ആസിഡ് പകരം വേറെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് കയറി പറ്റും. ഇങ്ങനെ അമിനോ ആസിഡിൻ്റെ സീക്വൻസിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് എന്ത് നടക്കുക, സിക്കിൾ സെൽ അനീമിയ. Structure of hemoglobin changes and this in turn decreases oxygen carrying capacity. ഇതിൻ്റെ oxygen carrying capacity കുറയും. നെക്സ്റ്റ് ക്യാൻസർ. നമുക്ക് അറിയാവുന്നതാണ്, വൺ ഓഫ് ദ നൊട്ടോറിയസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ. ക്യാൻസർ എന്താണ് നോക്കാം. നിങ്ങൾക്ക് 9th പഠിക്കാനുണ്ടായിരിക്കും അല്ലേ, സെൽ ഡിവിഷനെ പറ്റി നിങ്ങൾ പഠിച്ചതാണ്. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സെൽ ഡിവിഷൻ്റെ മുകളിൽ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ല് തോന്നുന്ന പോലെ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഡിസീസാണ് ക്യാൻസർ. കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. The normal cells get transformed into cancerous cells when the control system of cell division fails. This may be due to environmental factors, smoking, radiation, virus, hereditary factor. So cell division control നഷ്ടപ്പെട്ട് the cells will undergo uncontrolled multiplication. ഇതാണ് എന്ത്, ക്യാൻസർ. ഹെറിഡിറ്ററി ആയിട്ട് വരാം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, റേഡിയേഷനിലൂടെ എക്സ്റേക്കൊക്കെ ഉള്ള എക്സ്ട്രാ എക്സ്പോഷർ, ഇതെല്ലാം എന്തിന് കാരണമാവും, ക്യാൻസറിന് കാരണമാവും. So next is lifestyle diseases. അൺഹെൽത്തി ലിവിങ് ഹാബിറ്റ് കൊണ്ടുണ്ടാകുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം. അതിന് എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് ലൈഫാണ് അല്ലേ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചതും എണ്ണ പലഹാരമൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു കാലമാണ്. ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ആൽക്കഹോൾ കൺസംഷൻ, ഡ്രഗ് യൂസ്, സ്മോക്കിംഗ്, ഇതെല്ലാം എന്തുണ്ടാക്കാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കാം. അതിലൊന്നാണ് ഡയബറ്റീസ്. ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് ഇതിൻ്റെ മേജർ റീസൺ. ദെൻ ഫാറ്റി ലിവറിൽ എക്സസ് ആയിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക. സ്ട്രോക്ക്, ബ്ലഡ് വെസൽസ്, ബ്രെയിനിലെ ബ്ലഡ് വെസൽസ് റപ്ചർ ആവുക, ബ്ലഡിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആവുക. ഹൈപ്പർ ടെൻഷൻ, നമ്മൾ ബ്ലഡ് ആർട്ടറീസ്, ബ്ലഡ് കൊണ്ടുവന്ന ബ്ലഡ് വെസൽസിൻ്റെ ഡയമീറ്റർ കുറയുക, ആൻഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്, അപ്പോൾ എന്തോ ബ്ലഡിൻ്റെ പ്രഷർ കൂടും. ദെൻ ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ, ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഹാർട്ട് അറ്റാക്ക് വരും. ഓക്കെ, ഹാർട്ടിൻ്റെ വർക്കിംഗ് പ്രോബ്ലത്തിലാവും. സോ ഡയബറ്റീസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഇത്രയാണ് നമ്മുടെ മേജർ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നെക്സ്റ്റ്, സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്. സ്മോക്കിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതും വളരെയേറെ പാർശ്വഫലങ്ങളുള്ളതുമായ ഒരു ബാഡ് ഹാബിറ്റാണ് സ്മോക്കിംഗ്. എൻ്റെ എഫക്റ്റ് നോക്കുക, സ്ട്രോക്ക്, ബ്രെയിനിലുള്ള എഫക്റ്റ്, സ്ട്രോക്ക് വരാം, ബ്രെയിനിലെ ബ്ലഡ് വെസൽസ് റപ്ചർ ആവാം, ബ്രെയിനിലെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവാം. സോ ഇതിൻ്റെ മേജർ റീസൺ എന്താണെന്നറിയോ, ഈ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ അഡിക്ഷൻ ടു നിക്കോട്ടിൻ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഉണ്ട് നമ്മുടെ സിഗരറ്റ്സിലൊക്കെ. ഇതിനോടുള്ള അഡിക്ഷൻ കൊണ്ടാണ് എല്ലാവരും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ലങ്സിനെ എങ്ങനെ എഫക്റ്റ്, വലിച്ചെടുക്കല്ലേ നമ്മൾ, ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫൈസിമ. ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും, ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടും, ഹൈപ്പർ ടെൻഷൻ, ലോസ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ ഫങ്ഷണൽ എഫിഷ്യൻസി പ്രശ്നത്തിലാകും, ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ബ്ലഡ് ഫ്ലോ പ്രശ്നത്തിലാകും, പിന്നെയോ നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും. സോ ഇതെല്ലാം നമ്മുടെ സ്മോക്കിങ്ങിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റാണ്. സോ ഇപ്പോഴത്തെ ജനറേഷനെങ്കിലും ഇതൊന്ന് മാറണം. നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ എഫക്റ്റ് അറിയാം. സോ ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് നമ്മൾ മാറുക. ദെൻ ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ ഡിസീസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതർ ആനിമൽ ഡിസീസസ് നോക്കാം. ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന ചില ഡിസീസാണ് ആന്ത്രാക്സ്, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, കാറ്റിൽസിലാണ് ഉണ്ടാവുക. വൈറസ് ഉണ്ടാക്കുന്നതാണ് ഫൂത്ത് ആൻഡ് മൗത്ത് ഡിസീസ്. പ്ലാന്റ് ഡിസീസിൻ്റെ ലിസ്റ്റും ജസ്റ്റ് നോക്കി വയ്ക്കുക. ബാക്ടീരിയൽ ഡിസീസാണ് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. വൈറൽ ഡിസീസാണ് മൊസൈക് ഡിസീസ് ഇൻ peas and tapioca, bunchy top of banana. Fungal disease, quick wilt of pepper and bud rot of coconut. So ഈ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ കീപ്പിംഗ് എവേ ഡിസീസസ്. സോ റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ് മറക്കരുത്, ഡിഫ്തീരിയ,
ദെൻ ട്യൂബർകുലോസിസ്, ക്യാൻസർ, എയ്ഡ്സ്, നിപ്പ, ദെൻ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറേ കണ്ടു. പിന്നെയോ നമ്മൾ മേജറായിട്ടുള്ള പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ചില ഡിസീസും കണ്ടു. വേറെ കാറ്റിൽസിനൊക്കെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസും കണ്ടു. സോ ചാപ്റ്റർ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നല്ല ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. സോ ഇതെല്ലാം നന്നായിട്ട് മനസ്സിൽ എടുത്ത് വയ്ക്കുക. എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Exam Winner. Crack your exams with Exam Winner and be a true winner.